ഏവർക്കും +1 സോഷ്യോളജി ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഫസ്റ്റ് ചാപ്റ്റർ സോഷ്യോളജി ആൻഡ് സൊസൈറ്റി, സമൂഹവും സമൂഹശാസ്ത്രവും എന്ന ഒന്നാമത്തെ പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 6th തീം ഓഫ് ദിസ് ചാപ്റ്റർ, സ്കോപ്പ് ഓഫ് സോഷ്യോളജി ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ടു അതർ സോഷ്യൽ സയൻസ് സബ്ജക്റ്റ്, സമൂഹശാസ്ത്രത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അതുപോലെ തന്നെ മറ്റു സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളുമായി സോഷ്യോളജി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ഭാഗമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. സോഷ്യോളജിയും എക്കണോമിക്സും, സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്, സമൂഹശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, എന്തൊക്കെയാണ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, സമൂഹശാസ്ത്രവും രാഷ്ട്രമീമാംസയും. സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ആർ ഇൻ്റർ റിലേറ്റഡ്, പരസ്പരം ബന്ധപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് സമൂഹശാസ്ത്രവും പൊളിറ്റിക്കൽ സയൻസും. അതുപോലെ തന്നെ ഈ രണ്ട് സബ്ജക്റ്റുകളും തമ്മിൽ ചില വ്യത്യാസങ്ങളും ഉണ്ട്. പൊളിറ്റിക്കൽ സയൻസ് ഫോക്കസ്ഡ് പ്രൈമറിലി ഓൺ 2 എലമെൻറ്റ്സ്, പൊളിറ്റിക്കൽ തിയറി ആൻഡ് ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ. രാഷ്ട്രമീമാംസ പ്രധാനമായും 2 വിഷയങ്ങളിലാണ് ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ളത്: രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ, അതുപോലെ ഗവൺമെൻറ് ഭരണം. നമുക്കറിയാലോ, നമ്മൾ പൊളിറ്റിക്സിൽ ഗവൺമെൻറ്, അധികാരം എന്നിവയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പൊളിറ്റിക്സിൽ പഠിക്കുന്നത്. ദർ ആർ സം ഡിഫറൻസസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. സമൂഹശാസ്ത്രവും രാഷ്ട്രമീമാംസയും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. സോഷ്യോളജി ഈസ് ഡിവോട്ടഡ് ടു ദി സ്റ്റഡി ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റി. നമുക്കറിയാം, സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളെക്കുറിച്ചും എല്ലാ മേഖലകളെക്കുറിച്ചും പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ്. എന്നാൽ പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള സബ്ജക്റ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് മെയിൻലി ടു ദി സ്റ്റഡി ഓഫ് പവർ. രാഷ്ട്രമീമാംസ എന്ന് പറയുന്നത് അധികാരത്തെക്കുറിച്ചുള്ള പഠനത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ്. ഇപ്പോൾ സമൂഹശാസ്ത്രത്തിൽ ഓൾ ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റി, സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുമ്പോൾ, പൊളിറ്റിക്കൽ സയൻസിൻ്റെ മേഖല എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് പവർ, അധികാരത്തെക്കുറിച്ചുള്ള പഠനമാണ്. അതുപോലെ തന്നെ സോഷ്യോളജി സ്ട്രെസ്സസ് ഓൺ ദി ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡിംഗ് ഗവൺമെൻറ്, ബട്ട് പൊളിറ്റിക്കൽ സയൻസ് ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു ദി പ്രോസസ്സസ് വിത്തിൻ ദി ഗവൺമെൻറ്. സമൂഹശാസ്ത്രം ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ അകത്തുള്ള പ്രക്രിയകൾക്കാണ് പൊളിറ്റിക്കൽ സയൻസ് ശ്രദ്ധ നൽകുന്നത്. സോഷ്യോളജി എല്ലാ സ്ഥാപനങ്ങളെക്കുറിച്ചും അവ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചും പഠിക്കുമ്പോൾ, പൊളിറ്റിക്കൽ സയൻസ് എന്തിലൊതുങ്ങി നിൽക്കുന്നു? ഗവൺമെൻറ്റിനകത്തുള്ള പ്രക്രിയകളിലേക്കാണ് രാഷ്ട്രമീമാംസ ശ്രദ്ധ നൽകുന്നത്. അതുപോലെ തന്നെ അനദർ ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്സ്, സോഷ്യോളജി സ്റ്റഡീസ് അബൌട്ട് ഓൾ സോർട്സ് ഓഫ് സോഷ്യൽ റിലേഷൻസ്. സമൂഹശാസ്ത്രം എല്ലാ തരത്തിലുള്ള സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള, നമ്മൾ സ്കോപ്പ് ഓഫ് സോഷ്യോളജി പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ. ഇവിടെ സമൂഹശാസ്ത്രത്തിൽ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഉൾക്കൊള്ളുന്നു. എന്നാൽ പൊളിറ്റിക്കൽ സയൻസ് സ്റ്റഡീസ് ഓൺലി അബൌട്ട് പൊളിറ്റിക്കൽ റിലേഷൻസ്. രാഷ്ട്രമീമാംസയിൽ രാഷ്ട്രീയ ബന്ധങ്ങളെക്കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ സോഷ്യോളജി സ്റ്റഡീസ് അബൌട്ട് ഓൾ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. എന്നാൽ പൊളിറ്റിക്കൽ സയൻസ് ഡീൽസ് ഓൺലി വിത്ത് ദി കൺട്രോൾസ് ഓഫ് ദി ഗവൺമെൻറ്. സോഷ്യോളജി എന്നുള്ളത് സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ എല്ലാ മാർഗങ്ങളും സോഷ്യോളജിയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ പൊളിറ്റിക്കൽ സയൻസ് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങളെക്കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്. പല രൂപത്തിലുള്ള നിയന്ത്രണങ്ങളും ജനങ്ങളുടെ മേൽ നിലനിൽക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല, മതങ്ങളുടെയും മറ്റും പല നിയന്ത്രണങ്ങളുണ്ട്. ഈ നിയന്ത്രണങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള പഠനം സോഷ്യോളജിയിൽ ഉൾക്കൊള്ളുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങളെക്കുറിച്ച് മാത്രമാണ് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നത്. തമ്മിൽ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നത് പോലെ തന്നെ സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിൽ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള 2 സബ്ജക്റ്റുകളാണ്. ബോത്ത് സബ്ജക്ട്സ് ലോങ് ഷെയർഡ് സിമിലിയർ ഇൻട്രസ്റ്റ് ഓഫ് റിസർച്ച്. ഈ 2 വിഷയങ്ങളും തമ്മിൽ സമാനമായ ഗവേഷണ താൽപ്പര്യങ്ങൾ കാലങ്ങളായി പങ്കുവച്ചിട്ടുണ്ട്.
Sociologists like Max Weber worked in political sociology. മാക്സ് വെബറിനെ പോലെയുള്ള സമൂഹശാസ്ത്രജ്ഞന്മാർ രാഷ്ട്രീയ സമൂഹശാസ്ത്രം, പൊളിറ്റിക്കൽ സോഷ്യോളജി, രാഷ്ട്രീയ സമൂഹശാസ്ത്രത്തിൻ്റെ മേഖലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സമൂഹശാസ്ത്രം എന്നത് രാഷ്ട്രീയ പെരുമാറ്റത്തിൻ്റെ യഥാർത്ഥ പഠനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സോഷ്യോളജി തമ്മിലുള്ള ബന്ധവും വ്യത്യാസങ്ങളുമാണ്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി, സമൂഹശാസ്ത്രവും ചരിത്രവും. ദർ ആർ എ ലോട്ട് ഓഫ് ഡിഫറൻസസ് ആൻഡ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി. ഈ രണ്ട് സബ്ജക്റ്റുകൾ തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്, അതുപോലെ തന്നെ ചില സാമ്യതകളുണ്ട്. നമുക്കറിയാം, ഹിസ്റ്ററി എന്നാൽ സ്റ്റഡി അബൌട്ട് പാസ്റ്റ്, കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചുള്ള പഠനത്തിനാണ് നമ്മൾ ഹിസ്റ്ററി, ചരിത്രം എന്ന് പറയുന്നത്. ഹിസ്റ്റോറിയൻസ് സ്റ്റഡി ദി പാസ്റ്റ് ആൻഡ് റീകൺസ്ട്രക്ട് പാസ്റ്റ് ഈവൻറ്റ്സ്, ബട്ട് സോഷ്യോളജിസ്റ്റ് ആർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദി കണ്ടംപററി ഓർ റീസെൻറ്റ് പാസ്റ്റ്. ചരിത്രകാരന്മാർ, ഹിസ്റ്റോറിയൻസ് കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ച സംഭവങ്ങളെ പഠിപ്പിക്കുക, അതുപോലെ തന്നെ അതൊന്നുകൂടെ അവതരിപ്പിക്കുകയാണ് ചരിത്രകാരന്മാർ ചെയ്യുന്നത്, ഹിസ്റ്റോറിയൻസ് ചെയ്യുന്നത്. എന്നാൽ സോഷ്യോളജിസ്റ്റുകളോ സമകാലികമായ, അല്ലെങ്കിൽ ഈ അടുത്ത് സംഭവിച്ച, സമകാലികം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ ഈയിടെ സംഭവിച്ച കാര്യങ്ങളിലാണ് സോഷ്യോളജിസ്റ്റ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. സോഷ്യോളജി സമകാലിക കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വ്യത്യാസം, ഹിസ്റ്റോറിയൻസ് കോൺസെൻട്രേറ്റഡ് ഓൺ ആക്ച്വൽ ഈവൻറ്റ്സ് ആൻഡ് ഡിസ്ക്രൈബ്ഡ് ഹൗ തിങ്സ് ആക്ച്വലി ഹാപ്പൻഡ്. യഥാർത്ഥ സംഭവങ്ങളെ അതുപോലെ ചിത്രീകരിക്കുക, അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ എങ്ങനെ സംഭവിച്ചു എന്ന് സ്ഥാപിക്കുക. എങ്ങനെയാണോ സംഭവം സംഭവിച്ചത് അതുപോലെ അവതരിപ്പിക്കുക, അതുപോലെ തന്നെ ആ സംഭവം എങ്ങനെ ഉണ്ടായി എന്നീ കാര്യങ്ങളിലാണ് ഹിസ്റ്റോറിയൻസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ സോഷ്യോളജി ഗേവ് ഇമ്പോർട്ടൻസ് ടു എസ്റ്റാബ്ലിഷ് കോസൽ റിലേഷൻഷിപ്പ്. ഒരു സംഭവത്തിൻ്റെ കാര്യകാരണ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലാണ് സമൂഹശാസ്ത്രം ശ്രദ്ധ നൽകിയത്. അതുപോലെ അനദർ ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി. കൺവെൻഷണൽ ഹിസ്റ്ററി ഹാസ് ബീൻ എബൌട്ട് കിങ്സ് ആൻഡ് വാർസ്. പരമ്പരാഗത ചരിത്രം രാജാക്കന്മാരുടെയും അതുപോലെ യുദ്ധങ്ങളുടെയും ഒക്കെ ചരിത്രമാണ്. ഹിസ്റ്ററിയിൽ പഴയ രാജാക്കന്മാർ, അതുപോലെ കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ച യുദ്ധങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കൺവെൻഷണൽ ഹിസ്റ്റോറിയൻസ് ഡിഡ് നോട്ട് മേക്ക് സീരിയസ് സ്റ്റഡീസ് അബൌട്ട് ചേഞ്ചസ് ഇൻ ലാൻഡ് റിലേഷൻ ഓർ ജെൻഡർ റിലേഷൻസ് വിതിൻ ദി ഫാമിലി, ബട്ട് ദിസ് ഫോംഡ് ദി കോർ ഏരിയ ഓഫ് സോഷ്യോളജിസ്റ്റ് ഇൻട്രസ്റ്റ്. കഴിഞ്ഞുപോയ കാലങ്ങളിൽ ഭൂബന്ധങ്ങളിലുള്ള മാറ്റങ്ങളെക്കുറിച്ചോ, അതുപോലെ തന്നെ കുടുംബത്തിനകത്ത് ലിംഗപരമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചോ, ഇതിനെക്കുറിച്ചൊന്നും കാര്യമായ പഠനങ്ങൾ ഹിസ്റ്റോറിയൻസ്, ചരിത്രകാരന്മാർ നടത്തിയിരുന്നില്ല. എന്നാൽ സോഷ്യോളജി പ്രധാനമായിട്ടും താല്പര്യം കാണിച്ചത് ഈ മേഖലയിലാണ്. ഫാമിലിക്കകത്തുള്ള ലിംഗപരമായ ബന്ധം, അതുപോലെ തന്നെ മനുഷ്യരും അവൻ്റെ ഭൂബന്ധം, ഈ കാര്യങ്ങൾക്കൊക്കെ സോഷ്യോളജി പ്രത്യേകം ശ്രദ്ധ നൽകിയിരുന്നു. അപ്പം നമ്മളീ പറഞ്ഞത് ദീസ് ആർ ദി മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി. സമൂഹശാസ്ത്രവും ചരിത്രവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതേസമയം ദർ ആർ സം സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഹിസ്റ്ററി ആൻഡ് സോഷ്യോളജി. ഈ രണ്ട് വിഷയങ്ങൾ തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. ഹിസ്റ്റോറിയൻസ് നൗ യൂസ് സോഷ്യോളജിക്കൽ മെത്തേഡ്സ് ആൻഡ് കൺസെപ്റ്റ്സ് ഇൻ ദെയർ അനലൈസിസ്. ഹിസ്റ്റോറിയൻസ്, ചരിത്രകാരന്മാർ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിനായി സമൂഹശാസ്ത്രത്തിൻ്റെ രീതികൾ, മെത്തേഡുകൾ, അതുപോലെ തന്നെ കൺസെപ്റ്റ്, അതിൻ്റെ സങ്കല്പങ്ങൾ ധാരാളമായി ഉപയോഗിച്ച് വരുന്നുണ്ട്. സോഷ്യോളജിയിൽ സ്വീകരിക്കുന്ന പഠന രീതികൾ ഹിസ്റ്റോറിയൻസ് സ്വീകരിക്കുന്നുണ്ട്. അതേസമയം സോഷ്യോളജിസ്റ്റ് മേക്ക് ജനറലൈസേഷൻ യൂസിങ് ദ ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ. സോഷ്യോളജിക്കൽ ജനറലൈസേഷൻ ആർ യൂസ്ഡ് ബൈ ഹിസ്റ്റോറിയൻസ് ടു എക്സാമിൻ ആൻഡ് എക്സ്പ്ലെയിൻ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്. ചരിത്രത്തിലെ വിവരങ്ങൾ ഉപയോഗിച്ച് സമൂഹശാസ്ത്രജ്ഞർ സാമാന്യവൽക്കരണങ്ങൾ നടത്തുന്നു.
കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ച ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതിനും സോഷ്യോളജി ചരിത്രത്തിലുള്ള വിവരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമൂഹശാസ്ത്രത്തിലെ സാമാന്യവൽക്കരണങ്ങൾ ഉപയോഗിച്ച് ചരിത്രകാരന്മാർ ചരിത്ര സംഭവങ്ങൾ പരിശോധിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട അല്ലെങ്കിൽ സാമ്യതകളുള്ള വിഷയമാണ്, രണ്ട് സബ്ജക്റ്റുകളാണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് പറയാനുള്ളത് സോഷ്യോളജി ആൻഡ് സൈക്കോളജി, സമൂഹശാസ്ത്രവും മനഃശാസ്ത്രവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. നമുക്കറിയാം, സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്ന പരിചിതമായ ഒരു വിഷയമാണ്. സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ മൈൻഡ് ആൻഡ് മെൻ്റൽ പ്രോസസ്സ്, മനുഷ്യ മനസ്സിനെക്കുറിച്ച് അതുപോലെ തന്നെ മനുഷ്യ മനസ്സിൽ സംഭവിക്കുന്ന ഓരോ പ്രക്രിയകളെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് സൈക്കോളജി, മനഃശാസ്ത്രം. മനുഷ്യപെരുമാറ്റത്തെക്കുറിച്ച്, സയൻസ് ഓഫ് ബിഹേവിയർ ആണ് സൈക്കോളജി. മനുഷ്യപെരുമാറ്റത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖ. സൈക്കോളജി പ്രൈമറിലി കൺസേൺഡ് വിത്ത് ഇൻഡിവിജ്വൽസ്, വ്യക്തികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് മനഃശാസ്ത്രം എന്നത്. ഒരു വ്യക്തിയുടെ ഇൻ്റലിജൻസ്, ലേണിംഗ്, മോട്ടിവേഷൻ, മെമ്മറി, നെർവസ് സിസ്റ്റം, റിയാക്ഷൻ ടൈം, ഹോപ്സ് ആൻഡ് ഫിയേഴ്സ്, വ്യക്തികളുടെ ബുദ്ധി, അറിവ്, അവരുടെ പ്രേരണകൾ, ഓർമ്മ, അതുപോലെ തന്നെ റിയാക്ഷൻ ടൈം, പ്രതികരണ സമയം, അവരുടെ പ്രതീക്ഷകൾ, ആശങ്കകൾ, ഇതൊക്കെയാണ് ഒരു വ്യക്തിയുടെ വികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് സൈക്കോളജി. സോഷ്യോളജി ആൻഡ് സൈക്കോളജി ആർ ക്ലോസ്ലി റിലേറ്റഡ്, പരസ്പരം ബന്ധപ്പെട്ട രണ്ട് ശാസ്ത്രശാഖകളാണ് സമൂഹശാസ്ത്രവും അതുപോലെ മനഃശാസ്ത്രവും. എന്തൊക്കെയാണ് ആ ബന്ധങ്ങൾ? സോഷ്യോളജി നീഡ്സ് ദി ഹെൽപ്പ് ഓഫ് സൈക്കോളജി ടു അണ്ടർസ്റ്റാൻഡ് ദി ആക്ടിവിറ്റീസ് ആൻഡ് ഇൻട്രാക്ഷൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഇൻ സൊസൈറ്റി. സമൂഹത്തിലെ മനുഷ്യരുടെ പരസ്പര പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അവരുടെ ഇടപഴകലുകളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സമൂഹശാസ്ത്രത്തിന് സൈക്കോളജിയുടെ സഹായം ആവശ്യമാണ്. വ്യക്തികളുടെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് സൈക്കോളജിയുടെ സഹായം സോഷ്യോളജിക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു റിലേഷൻ, ദർ ആർ മെനി സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് സോഷ്യൽ ചേഞ്ചസ്. സോഷ്യോളജിസ്റ്റ് കനോട്ട് സ്റ്റഡി ദം വിതൗട്ട് ദി ഹെൽപ്പ് ഓഫ് സൈക്കോളജി. സാമൂഹ്യ മാറ്റത്തെ സ്വാധീനിക്കുന്ന മനഃശാസ്ത്രപരമായ അനേകം ഘടകങ്ങളുണ്ട്. സമൂഹത്തിൽ മാറ്റം സംഭവിക്കുന്നതിനെ സ്വാധീനിക്കുന്ന മനഃശാസ്ത്രപരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. മനഃശാസ്ത്രത്തിൻ്റെ സഹായം കൂടാതെ ഇവയൊന്നും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും പഠിക്കാൻ സോഷ്യോളജിക്ക് സാധിക്കുകയില്ല. അപ്പോൾ സോഷ്യോളജി പലപ്പോഴും ആരുടെ സഹായം ആവശ്യപ്പെടുന്നുണ്ട്? സൈക്കോളജിയുടെ സഹായം ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സൈക്കോളജി നീഡ്സ് ദി ഹെൽപ്പ് ഓഫ് സോഷ്യോളജി ടു സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയർ. വ്യക്തികളുടെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്നതിന് സൈക്കോളജിക്ക് സോഷ്യോളജിയുടെ സഹായവും ആവശ്യമാണ്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള രണ്ട് സബ്ജക്റ്റുകളാണ് സോഷ്യോളജി ആൻഡ് സൈക്കോളജി. ഇവയുടെ പഠന മേഖലകളൊക്കെ പലപ്പോഴും ഒന്നായി വരുന്നു. സോഷ്യൽ സൈക്കോളജി, സാമൂഹിക മനഃശാസ്ത്രം എന്ന പഠനമേഖല സൈക്കോളജിയെയും അതുപോലെ തന്നെ സോഷ്യോളജിയെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിൽ ചില വ്യത്യാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാലോ, ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സൈക്കോളജി എന്നുള്ളത് വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ്. വ്യക്തിയുടെ ബുദ്ധി, അവൻ്റെ താല്പര്യം, ഇതുമായി ബന്ധപ്പെട്ടതാണ് മനഃശാസ്ത്രം, സൈക്കോളജി. എന്നാൽ സോഷ്യോളജി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സമൂഹത്തിലാണ്. സാമൂഹ്യ വ്യവസ്ഥ, രാഷ്ട്രീയ വ്യവസ്ഥ, കുടുംബം, പരസ്പരമുള്ള ബന്ധങ്ങൾ, ഇതിലൊക്കെയാണ് സോഷ്യോളജി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സെൻട്രൽ ഫോക്കസ് ഓഫ് സൈക്കോളജി ഈസ് ഇൻഡിവിജ്വൽ. മനഃശാസ്ത്രത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഇത് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ. സൈക്കോളജി വ്യക്തികളിൽ അധിഷ്ഠിതമാണ്. അതേസമയം സോഷ്യോളജിക്കൽ അപ്രോച്ച് എങ്ങനെയാണ്? ഈസ് പ്യുവർലി സോഷ്യൽ. സാമൂഹികമായ ഒരു സമീപനമാണ് സമൂഹശാസ്ത്രത്തിനുള്ളത്. സൈക്കോളജി സ്റ്റഡീസ് ദി ഹ്യൂമൻ ബീയിങ്സ് ആസ് ഇൻഡിവിജ്വൽസ് ഹു ഇൻട്രാക്ട് വിത്ത് കൾച്ചറൽ എൻവയോൺമെൻറ്റ്. എന്നാൽ സോഷ്യോളജി സ്റ്റഡീസ് എബൌട്ട് ഹ്യൂമൻ ബീയിങ്സ് ആസ് ദി മെമ്പർ ഓഫ് ദി സൊസൈറ്റി. സാംസ്കാരിക ചുറ്റുപാടുമായി ഇടപഴകുന്ന വ്യക്തി എന്ന നിലയിലാണ് സൈക്കോളജി മനുഷ്യനെക്കുറിച്ച് പഠിക്കുന്നത്. എന്നാൽ
സോഷ്യോളജി വ്യക്തിയെക്കുറിച്ച് പഠിക്കുന്നത് സമൂഹത്തിലെ ഒരംഗം എന്ന നിലയിലാണ്. സമൂഹത്തിനാണ് സോഷ്യോളജി പ്രാധാന്യം നൽകുന്നത്, സൈക്കോളജി വ്യക്തികൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം, സോഷ്യോളജി അനലൈസസ് സോഷ്യൽ പ്രോസസ്സ്, എന്നാൽ സൈക്കോളജി അനലൈസസ് മെൻ്റൽ പ്രോസസ്സ്. സോഷ്യോളജി സാമൂഹികമായ കാര്യങ്ങളെക്കുറിച്ച്, സാമൂഹികമായ പ്രക്രിയകളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എന്നാൽ സൈക്കോളജി ആവട്ടെ മെൻ്റൽ പ്രോസസ്സ്, മാനസിക പ്രക്രിയകളിലാണ് സൈക്കോളജി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് സ്റ്റഡി, പഠന രീതിയുടെ കാര്യത്തിലും സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിൽ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. സൈക്കോളജി ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, അതേസമയം സോഷ്യോളജി സ്ട്രെസ്സസ് ഓൺ ഫീൽഡ് വർക്ക്. സൈക്കോളജി പരീക്ഷണ രീതിക്കും സമൂഹശാസ്ത്രം ഫീൽഡ് വർക്കിനുമാണ് ഊന്നൽ നൽകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് സൈക്കോളജിയും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധങ്ങളും വ്യത്യാസമാണ്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ, സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി, സമൂഹശാസ്ത്രവും സാമൂഹ്യ നരവംശശാസ്ത്രവും. സോഷ്യൽ സയൻസ് സബ്ജക്റ്റിൽപ്പെട്ട മറ്റൊരു ശാഖയാണ് ആന്ത്രോപോളജി. ആന്ത്രോപോളജി എന്നാൽ ഇസ് ദി സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യരെക്കുറിച്ചുള്ള പഠനമാണ് സോഷ്യൽ ആന്ത്രോപോളജി. ആന്ത്രോപോളജി മെയിൻലി ഡീൽസ് വിത്ത് ദി എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഫ്രം ദി ബിഗിനിങ് ഓഫ് ടൈം. മനുഷ്യവർഗത്തിൻ്റെ ആദ്യകാലം മുതലുള്ള വികസനങ്ങൾ, അതുപോലെ തന്നെ പരിണാമങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ആന്ത്രോപോളജി പഠിക്കുന്നത്. പരസ്പരം അടുത്ത ബന്ധങ്ങളുള്ള രണ്ട് വിഷയങ്ങളാണ് ആന്ത്രോപോളജിയും സമൂഹശാസ്ത്രവും. ബോത്ത് ദീസ് ഡിസിപ്ലിൻസ് സ്റ്റഡി ദി സെയിം സബ്ജക്റ്റ്, ഹ്യൂമൻ ബീയിങ്സ്. സോഷ്യോളജിയും ആന്ത്രോപോളജിയും പഠിക്കുന്നത് മനുഷ്യരെക്കുറിച്ചാണ്. ഇൻ ദി വേർഡ്സ് ഓഫ് എ.എൽ. ക്രോബർ, സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി ആർ ട്വിൻ സിസ്റ്റേഴ്സ്. സമൂഹശാസ്ത്രവും സാമൂഹ്യ നരവംശശാസ്ത്രവും ഇരട്ട സഹോദരിമാരാണെന്ന് എ.എൽ. ക്രോബർ അഭിപ്രായപ്പെടുന്നു. അത്രയും പരസ്പരം ബന്ധമുള്ള രണ്ട് വിഷയങ്ങളാണിവ. സോഷ്യോളജി ഫാമിലി, മാരേജ്, ട്രൈബ് ആൻഡ് ഫോക്ക് കൾച്ചർ, ഇതൊക്കെ പഠിക്കുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ആന്ത്രോപോളജി. കുടുംബം, വിവാഹം, ഗോത്രം, അതുപോലെ തന്നെ ഫോക്ക് കൾച്ചർ, നാടോടി സംസ്കാരം, ഇവയെക്കുറിച്ചൊക്കെ സോഷ്യോളജി പഠിക്കുന്നത് ആന്ത്രോപോളജിയുടെ സഹായത്തോടെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിൽ പല ബന്ധങ്ങളുണ്ട്. രണ്ടും സെയിം സബ്ജക്റ്റാണ്, ഹ്യൂമൻ ബീയിങ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ സോഷ്യോളജി പലപ്പോഴും ആന്ത്രോപോളജിയെ ആശ്രയിക്കുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇങ്ങനെ അടുത്ത് ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും ദർ ആർ സം ഡിഫറൻസസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി. നരവംശശാസ്ത്രവും സമൂഹശാസ്ത്രവും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ദി ചീഫ് ഫാക്ടർ ഡിഫറൻഷിയേറ്റിംഗ് സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി ഈസ് ടൈം. ഈ രണ്ട് വിഷയങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന മുഖ്യ ഘടകം കാലമാണ്, സമയമാണ്. ആന്ത്രോപോളജി സ്റ്റഡീസ് പ്രിമിറ്റീവ് ഓർ ഇല്ലിറ്ററേറ്റ് സൊസൈറ്റീസ്. പ്രാകൃതരായ പഴയ കാലത്തുണ്ടായിരുന്ന, അതുപോലെ തന്നെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള നിരക്ഷരരായ ആളുകളെക്കുറിച്ചാണ് ആന്ത്രോപോളജി പഠനം നടത്തുന്നത്. എന്നാൽ സോഷ്യോളജി സ്റ്റഡീസ് കണ്ടംപററി സൊസൈറ്റി. സമൂഹശാസ്ത്രം സമകാലിക സമൂഹത്തെക്കുറിച്ച്, ഇന്ന് നിലനിൽക്കുന്ന സമൂഹത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിൽ വേർതിരിക്കുന്ന പ്രധാന ഘടകം ടൈമാണ്. ആന്ത്രോപോളജി എന്നാൽ സ്റ്റഡി അബൌട്ട് പ്രിമിറ്റീവ് സൊസൈറ്റി, അതുപോലെ തന്നെ ഇല്ലിറ്ററേറ്റ് സൊസൈറ്റി, പ്രാകൃത നിരക്ഷര സമൂഹത്തെക്കുറിച്ചാണ് ആന്ത്രോപോളജി പഠിക്കുന്നത്. എന്നാൽ സോഷ്യോളജി സമകാലിക സമൂഹത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ആന്ത്രോപോളജി ദേ ആർ സ്പെഷ്യലൈസ്ഡ് സ്റ്റഡീസ് കണ്ടക്റ്റഡ് ഓൺ റീജിയണൽ ബേസിസ്. ചില പ്രദേശങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സ്പെഷ്യൽ സ്റ്റഡീസാണ് ആന്ത്രോപോളജി നടത്തിയത്. അന്തമാൻ ദ്വീപുകൾ, അതുപോലെ ന്യൂറസ്, മലനേഷ്യ, ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. ആന്ത്രോപോളജി സ്റ്റഡീസ് അബൌട്ട് സിമ്പിൾ സൊസൈറ്റീസ്, ബട്ട് സോഷ്യോളജിസ്റ്റ് സ്റ്റഡീസ് അബൌട്ട് കോംപ്ലക്സ് സൊസൈറ്റീസ്. ലളിത സമൂഹങ്ങളെക്കുറിച്ചാണ്, പണ്ട് കാലത്ത് നിന്നിരുന്ന ലളിത സമൂഹങ്ങളെക്കുറിച്ചാണ് ആന്ത്രോപോളജി പഠിക്കുന്നത്. എന്നാൽ സോഷ്യോളജി പഠിക്കുന്നത് സമകാലികമായ സങ്കീർണ സമൂഹങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ സോഷ്യോളജി ഫോക്കസസ് ഓൺ സർട്ടൻ സോഷ്യൽ ആസ്പെക്ട്സ് ലൈക്ക് ബ്യൂറോക്രസി, റിലീജിയൻ, കാസ്റ്റ് ആൻഡ് സോഷ്യൽ മൊബിലിറ്റി. സമൂഹശാസ്ത്രം സമൂഹത്തിൻ്റെ ഭാഗങ്ങളായ ബ്യൂറോക്രസി, അതുപോലെ മതം, ജാതി, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്.
അതുപോലെ അനദർ ഡിഫറൻസ് ബിറ്റ്വീൻ ആന്ത്രോപോളജി ആൻഡ് സോഷ്യോളജി. ആന്ത്രോപോളജി സ്റ്റഡീസ് സൊസൈറ്റി ആസ് എ ഹോൾ. നരവംശാസ്ത്രം സമൂഹത്തെ മൊത്തമായിട്ടാണ് പഠിക്കുന്നത്. കംപ്ലീറ്റ് സ്റ്റഡി ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിൻ്റെ എല്ലാ ഘടകങ്ങളെക്കുറിച്ചും മൊത്തത്തിലുള്ളൊരു പഠനം. എന്നാൽ സോഷ്യോളജിസ്റ്റ് ജനറലി ട്രൈ ടു മേക്ക് പർട്ടിക്കുലർ സ്റ്റഡീസ് അബൌട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഫാമിലി, മാരേജ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സമൂഹശാസ്ത്രം ഓരോ സ്ഥാപനങ്ങളെക്കുറിച്ചും പർട്ടിക്കുലർ സ്റ്റഡീസ്, പ്രത്യേകമായ പഠനം നടത്താനാണ് ശ്രമിച്ചത്. കുടുംബം, വിവാഹം പോലെയുള്ള സാമൂഹ്യ സ്ഥാപനങ്ങളെക്കുറിച്ച് പ്രത്യേകമായി പഠിക്കാനാണ് സോഷ്യോളജി ശ്രമിച്ചത്. എന്തായാലും ഈ രണ്ട് വിഷയങ്ങൾ തമ്മിൽ ഇന്ത്യയിൽ വലിയ വ്യത്യാസങ്ങളില്ല. ഇൻ ഇന്ത്യ സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി ഹാവ് എ വെരി ക്ലോസ് റിലേഷൻഷിപ്പ്. പരസ്പരം അടുത്ത വിഷയങ്ങളാണ് സോഷ്യോളജിയും ആന്ത്രോപോളജിയും. യൂറോപ്പിലാണ് ഈ രണ്ട് സബ്ജക്റ്റുകളെ പ്രധാനമായിട്ടും വേർതിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് സോഷ്യോളജീസ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസ് സബ്ജക്റ്റ്. മറ്റു സമൂഹശാസ്ത്ര വിഷയങ്ങളുമായി സോഷ്യോളജി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്, സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി, സോഷ്യോളജി ആൻഡ് സൈക്കോളജി, അതുപോലെ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി. ഈ വിഷയങ്ങൾ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അവകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇതോടുകൂടെ ഒന്നാമത്തെ പാഠഭാഗം അവസാനിച്ചിരിക്കുന്നു. ഓക്കെ.